ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഒരു മിഷനാണ്. എന്താണ് മിഷൻ? പത്രോസ് പറഞ്ഞതുപോലെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന അവന്റെ നാമം ഘോഷിപ്പാൻ ഉള്ള വംശമാണ്, രാജകീയ വംശമാണ് നിങ്ങളെന്നാണ്. എല്ലാത്തിനെ കുറിച്ചും അതാണ് ചരിത്രം. വെളിച്ചത്തെ കുറിച്ചാണ് വേദപുസ്തകത്തിൽ ഒരുപാട് പറയുന്നത്. വെളിച്ചം അല്ലേ? ബൈബിളിന്റെ ഉൽപ്പത്തി തുടക്കം മുതൽ തന്നെ വെളിച്ചത്തെ കുറിച്ചാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. വെള്ളത്തിനു മീതെ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനു മീതെ പരതിക്കൊണ്ടിരുന്നു. ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. പിന്നെ വെളിച്ചത്തെയും ഇരുട്ടിനെയും ദൈവം രണ്ടാക്കി മാറ്റി, രാത്രിയെന്നും പകലെന്നുമാക്കി മാറ്റി. ആദ്യ സന്ധ്യയും മുട്ടത്തും ഉണ്ടായി. വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അന്ധകാരത്തിലേക്ക് വെളിച്ചം എന്നുള്ളതാണ് ഒരു വലിയ ക്രൈസ്തവ സന്ദേശം. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സാധാരണ ഇരുട്ടിലേക്ക് വെളിച്ചം എന്നതിൻ്റെ അപ്പുറത്തേക്ക് അറിവില്ലായ്മയിലേക്ക് വെളിച്ചം വരുന്നു, അറിവുണ്ടാകുന്നു എന്നത് കൂടിയാണ്. ഈ മാറ്റം ഈ കേരളത്തിന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റത്തിൽ ഈ മിഷണറിമാർ ഉൾപ്പെടെയുള്ള സഭ നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് പഠിക്കാൻ അവകാശമില്ലാതിരുന്ന കാലത്ത് വന്ന മിഷണറിമാരാണ് പറഞ്ഞത് അവരെ കൂടി പഠിപ്പിക്കണം. അവരെ പഠിപ്പിച്ചാൽ സവർണരായിട്ടുള്ള ആളുകൾ പഠിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വരണ്ട, ഇവര് പഠിച്ചോളും എന്ന് പറഞ്ഞാൽ ധൈര്യം കാണിച്ച മിഷണറിമാരുണ്ടായിരുന്നു. അവരാണ് ഇവിടുത്തെ അടിമ സമ്പ്രദായം അവസാനിപ്പിച്ചത്, അച്ചടി കണ്ടുപിടിച്ചത്. ക്രൈസ്തവ ബൈബിളിന്റെ വേദപുസ്തകത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് അച്ചടി ഉണ്ടായത്. ആദ്യമായി അച്ചടി ഉണ്ടായത് അതിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ്. അത് പിന്നീട് നമ്മുടെ സാമൂഹ്യമായ മാറ്റത്തിനും എല്ലാം കാരണമായി. ഇന്ന് ലോകത്തിലെ എല്ലാ ഭരണഘടനയിലും എല്ലാ പ്രഖ്യാപനങ്ങളിലും സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചാണ് പറയുന്നത്. ലിബർട്ടി ആൻഡ് ജസ്റ്റിസ്. ആ ആശയം എവിടെ നിന്നാണ് ഉണ്ടായത്? ആ ആശയം ഉണ്ടായത് ക്രൈസ്തവ ദർശനത്തിൽ നിന്നാണ്. ഇല്ലേ? പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടാകും. അപ്പൊ ലിബർട്ടി ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്ന ലോകത്തിലെ എല്ലാ ഭരണഘടനയിലും എഴുതി വച്ചിരിക്കുന്ന ആശയം അവിടെ നിന്നാണ് വന്നത്. നോൺ വയലൻസ് എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ അഹിംസാ സിദ്ധാന്തം ഉണ്ടായത് അതിനകത്ത് നിന്നാണ്. ലോകത്തിലെ 2000 വർഷങ്ങളായി ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ ഐഡിയോളജികളുടെയും എല്ലാ ആശയങ്ങളുടെയും എല്ലാ പ്രത്യയ ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനം അതാണ്. സാൻലി ജോൺസൺ എന്ന് പറയുന്ന സുവിശേഷകൻ എഴുതിയിട്ടുണ്ട്, ഹൗ ക്രൈസ്റ്റ് ഇൻഫ്ലുവൻസ് ഗാന്ധി. ഗാന്ധിയെ എങ്ങനെയാണ് ക്രിസ്തു സ്വാധീനിച്ചതെന്ന്. ലോകത്തിലുള്ള എല്ലാ നേതാക്കന്മാരെയും സ്വാധീനിച്ച ഒരു തത്വസംഹിതയാണത്. സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, അന്ധകാരം മാറ്റി വെളിച്ചം കൊണ്ടുവരുന്നതിന്റെ. ആ ക്രൈസ്തവ ദർശനം നെഞ്ചിലേറ്റിയാണ് ഈ രൂപത 7 നൂറ്റാണ്ടുകാലമായി പ്രവർത്തിച്ചത്.